സമയം ഉച്ചയ്ക്ക് 2:45. പാറശാലയ്ക്കടുത്തുള്ള കുന്നത്തുകാലിൽ നിന്നും ഹൈദരാബാദ് വരെയുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. പാറശാല കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കുള്ള ബോർഡർ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് കളിയിക്കാവിളയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കുഴിത്തുറ, അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചു. അത് കഴിഞ്ഞ് മാർത്താണ്ഡം. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വാണിജ്യ കേന്ദ്രമാണ് മാർത്താണ്ഡം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പഠിച്ച സ്ഥലമെത്തും കേട്ടോ. മുളമൂട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, മുളമൂട്. ഇതിനപ്പുറത്ത് അഴകിയ മണ്ഡപം, അത് കഴിഞ്ഞ് തക്കല. അപ്പോൾ ഈ ജംഗ്ഷനിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരുന്നത്. ജസ്റ്റ് ഇതുവഴി ഇവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ തന്നെ വരും. ഇവിടെ നിന്ന് നമ്മൾ മറ്റേ പ്രൈവറ്റ് ബസ് ഉണ്ടല്ലോ തമിഴ്നാട്ടിൻ്റെ, അതിലാണ് പോകുന്നത്. ഇനി ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് കുറച്ചപ്പുറത്താണ്. ഞാൻ കാണിച്ചത് ഇതണ്ട ഈ ബിൽഡിംഗ് കാണുന്നുണ്ടോ? ഈ ബിൽഡിങ്ങിൻ്റെ നടുക്കത്തെ നില, ഈ ഈ കട്ട പോലെ കെട്ടി വെച്ചിരിക്കുന്നില്ലേ, ഇവിടെയാണ് നമ്മൾ 2 വർഷം താമസിച്ചത്. ഞാനും അരവിന്ദും ശ്രീതുമൊക്കെ 2 വർഷം താമസിച്ച സ്ഥലമാണ്. ആ റൂമിലാണ് താമസിച്ചത്. നല്ല അടിപൊളിയാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഡേയ്സ് കോളേജ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം രാവിലെ ഇവിടെ വരും. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ബസ്സിൽ വരുന്നവരും ബൈക്കിൽ വരുന്നവരും ഒക്കെ ഉണ്ട്. കേരളത്തിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ള 1-2 പേര്, അതായത് പാറശാല ബോർഡറിലൊക്കെ ഉള്ളവരും. അപ്പോൾ ഇവരെല്ലാവരും ആദ്യം റൂമിൻ്റെ ഫ്രണ്ടിൽ വരും, അല്ലെങ്കിൽ ആദ്യം റൂമിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് തീരുമാനിക്കുന്നത് കോളേജിലോട്ട് പോകണോ, സിനിമയ്ക്ക് പോകണോ, കന്യാകുമാരി പോകണോ, എന്ത് ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ അവിടെ ഇരിക്കുക, റൂമിലിരിക്കുക, ചീട്ട് കളിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നല്ല 2 വർഷം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത റൂമാണ്. നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ തന്നെ റൂമായിരുന്നു കേട്ടോ. അഴകിയ മണ്ഡപവും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ ചരിത്രപ്രസിദ്ധമായ തക്കലയിലെത്തിച്ചേരും. ഇവിടെയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇത് കേരളമായിരുന്നു. ഇവിടെ നിന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് നമ്മുടെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോവുകയും അവിടെ പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അവിടെ മുതൽ ഇതുവരെയും, തിരുവനന്തപുരം മുതൽ തക്കല വരെയും നീണ്ടു കിടക്കുന്ന ടണലുണ്ടല്ലോ, ഗുഹയല്ലോ അതിനകത്ത് പറയണത്, ഈ അടിപ്പാതകളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് തക്കല ജംഗ്ഷൻ. ഓക്കെ, ഈ കാണുന്ന വഴിയുണ്ട്. ഇവിടെ നിന്ന് അകത്തോട്ട് ഒരല്പം ഇതാ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ആ വണ്ടി പോകുന്ന വഴിയില്ലേ, അപ്പോൾ ഇതുവഴി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് തന്നെ, കുറച്ച് അകത്തോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മുടെ തക്കല കൊട്ടാരം വരുന്നത്. പക്ഷേ തക്കല കൊട്ടാരം കേരള സർക്കാരിൻ്റെ കീഴിലാണ്. ബാക്കിയെല്ലാം ഇതിപ്പോൾ തമിഴ്നാടായിട്ട് മാറി. ഇപ്പോൾ തമിഴ്നാടാണ് ബാക്കിയെല്ലാം നോക്കുന്നതെങ്കിലും തക്കല കൊട്ടാരം കേരള സർക്കാരിൻ്റെ കീഴിലാണ്. കേരള സർക്കാരാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്.